എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. അപ്പോ ഈ കുറെ നടിമാരുടെ ഫോണിലേക്ക് വിളിക്കുന്നു, അവരെടുത്തു കഴിഞ്ഞ് അവര് മൂക്കി എന്ന രീതിയിലേക്ക് കാര്യം പറയുന്നു. വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ പൊള്ളാച്ചി നിങ്ങൾ വരണം. ഇരട്ടകളാ, അതുപോലെ തന്നെ പരട്ടകളും. അതിൽ ഒരാളെ ഞാൻ അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതായത് സാനിയെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് ചെയ്യുന്നത് ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എന്റെ ഫ്രണ്ടിന്റെ കഴിഞ്ഞ ദിവസത്തെ പടത്തിന്റെ റിലീസായിരുന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എവിടെയാ? അപ്പൊ വനിതാന്ന് പറഞ്ഞു. മഹാദേവ, നമ്മുടെ കയ്യിൽ ഗ്ലാമർ ഉണ്ട്, അത് വെച്ച് നമ്മൾ അവൾ വീഴ്ത്തുന്നു. ഇവനെന്ത് പറ്റിയടാ? അവൻ ഈ പ്രേമനരിയ സ്ഥലക്കടിച്ച് കയറി പ്രാന്തായതാണ്. എവിടെയാ? അപ്പൊ വനിതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഞാൻ കൊണ്ടിട്ടേ പോവൂ, കണ്ടിട്ടേ പോവൂ. ഞാൻ പിന്നെ പോയി സിനിമ കണ്ടോളാം. ബിക്കോസ് ദാറ്റ് പ്ലേസ് ഹാസ് ബിക്കം ഫാൻസി ഷോ. എന്താ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനോ? ഈ കോമാളികളുടെ ഇടയിൽ ഞാൻ ആദ്യമായിട്ട് വന്നതാ. എന്താ പറയണ്ടെന്ന് അറിയില്ല. പേടിയാ അവിടെ പോവാൻ. താൻ എന്റെ പിന്നാലെ നടക്കണേ. താൻ തന്റെ മുറി പോയിട്ട് വൃത്തിയാക്കടോ. ബിക്കോസ് ഈ കോപ്ര എന്തൊക്കെയാ അവിടെ കിടന്നു. ഓ മൈ ഗോഡ്. കണ്ണ് കിട്ടാതിരിക്കാനാണോ ഈ പേക്കോലത്തിനെ കൊണ്ടു നടക്കുന്നത്? I just don't understand മീഡിയ മനഃപൂർവ്വം എന്തുകൊണ്ട് ഈ പാവങ്ങള്. ഈ ചില സമയത്ത് പാവം തോന്നും. സാധുക്കളൊന്നും മനസ്സിലാക്കിയിട്ട് ഇവര് കിടന്ന് ഈ മീഡിയ കണ്ടന്റിന് വേണ്ടിട്ട് നിങ്ങൾ കോമാളിത്തരങ്ങൾ കാട്ടുകയാണല്ലോ. ചില സമയത്ത് വിഷമം തോന്നും. പാവങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ ഈ ചെയ്യുന്നത്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. But at the same time, it's so irritating also. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ പാവം.